നയൻതാരയും സംവിധായകൻ വിഘ്നേഷ് ശിവനും തമ്മിലുള്ള വിവാഹ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദം. നടൻ ധനുഷിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള തുറന്ന കത്ത് നയൻതാര സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടു. നയൻതാരയെ നായികയാക്കി വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത നാനും റൌഡിതാൻ എന്ന സിനിമ നിർമ്മിച്ചത് ധനുഷായിരുന്നു. ആ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് നയൻതാരയും വിഘ്നേഷും പ്രണയത്തിലാകുന്നത്. ഈ സിനിമയിലെ ചില ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയതിന് 10 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ധനുഷ് നയൻതാരയ്ക്ക് നോട്ടീസ് അയച്ചിരുന്നു. ഇതിനുള്ള മറുപടിയാണ് ഇപ്പോൾ നയൻതാര നൽകിയിരിക്കുന്നത്. വെറും 3 സെക്കൻഡ് ദൃശ്യം ഉപയോഗിച്ചതിനാണ് ധനുഷ് 10 കോടിയുടെ നോട്ടീസ് അയച്ചതെന്നും അദ്ദേഹത്തിന് തന്നോടും വിഘ്നേഷിനോടും പകയാണെന്നും നയൻതാര തുറന്നടിച്ചു. ധനുഷിനെതിരായ നയൻതാരയുടെ തുറന്ന കത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: എന്റെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയുടെ റിലീസ് ഞാൻ മാത്രമല്ല, നിരവധി ആരാധകരും അഭ്യുദയകാംക്ഷികളും ഏറെ കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് നേരിട്ട എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് പ്രൊജക്ട് ഒരുമിച്ച് കൊണ്ടുവരാൻ ഒട്ടേറെ പേർ വേണ്ടിവന്നു. സിനിമയ്ക്കെതിരെയും എനിക്കും എന്റെ പങ്കാളിക്കു നേരെ നിങ്ങൾ തീർക്കുന്ന പ്രതികാരം ഞങ്ങളെ മാത്രമല്ല, ഈ പ്രൊജക്ടിനായി പരിശ്രമവും സമയവും നൽകി പ്രയത്നിച്ച ആളുകളെയും ബാധിക്കുന്നു. എന്നെയും എന്റെ ജീവിതത്തെയും എന്റെ പ്രണയത്തെയും വിവാഹത്തെയും കുറിച്ചുള്ള ഈ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ സിനിമാ മേഖലയിലെ അഭ്യുദയകാംക്ഷികളിൽ പലരുടെയും ക്ലിപ്പുകളും ഒന്നിലധികം സിനിമകളിൽ നിന്നുള്ള ഓർമ്മകളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഡോക്യുമെന്ററിയിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഇതിലും മികച്ച സംഗീതം ഇല്ലെന്നറിഞ്ഞതുകൊണ്ട് അത് ഉപയോഗിക്കാൻ അവസരം നൽകാതിരിക്കാനുള്ള വിസമ്മതം ഞങ്ങളുടെ ഹൃദയം തകർത്തു. ബിസിനസ് നിർബന്ധങ്ങളും പണത്തിന്റെ പ്രശ്നങ്ങളുമാണെങ്കിൽ അത് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ഈ തീരുമാനം വ്യക്തിപരമായ വിദ്വേഷം തീർക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്നും നിങ്ങൾ ഇത്രയും കാലം മനഃപൂർവ്വം വൈകിപ്പിച്ചത് വേദനാജനകമാണെന്നും നയൻതാര പറഞ്ഞു. 3 സെക്കൻഡ് ദൈർഘ്യമുള്ള സ്വന്തം ക്യാമറയിൽ പകർത്തിയ ബിഹൈൻഡ് സീൻ വീഡിയോ പോലും ഉപയോഗിക്കാൻ വിസമ്മതിച്ചു. 10 കോടി രൂപ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടു. എക്കാലത്തേതിലും ഏറെ തരം താഴ്ന്ന പ്രവൃത്തിയാണിതെന്നും ഇത് നിങ്ങളുടെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നുവെന്ന് പ്രസ്താവനയിൽ നയൻതാര പറയുന്നുണ്ട്. നിരപരാധികളായ ആരാധകർക്ക് മുന്നിൽ ഓഡിയോ ലോഞ്ചുകളിൽ പ്രകടിപ്പിക്കുന്ന സ്വഭാവത്തിന്റെ പകുതിയെങ്കിലുമുള്ള വ്യക്തിയായിരുന്നുവെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് നയൻതാര പറയുന്ന പോലെ നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല. സെറ്റിലെ മനുഷ്യരുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും നിയന്ത്രിക്കുന്ന രാജാവാണോ നിർമ്മാതാവ്? ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിരുന്നു നാനും റൌഡിതാൻ എന്ന സിനിമ റിലീസിന് മുമ്പായി നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഇതിനകം ഞങ്ങൾക്ക് ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സിനിമ ബ്ലോക്ക് ബസ്റ്റർ ആയതിനു ശേഷം അത് താങ്കളുടെ ഈഗോയെ വല്ലാതെ വേദനിപ്പിച്ചതായി സിനിമാ വൃത്തങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. തങ്ങൾക്ക് ലഭിച്ച വക്കീൽ നോട്ടീസിനോട് നിയമപരമായി തന്നെ പ്രതികരിക്കും. ബാക്കി ദൈവത്തിന്റെ കോടതിയിലും നേരിടാമെന്നും നയൻതാര പറഞ്ഞു. ഇനിയും മുഖംമൂടി ധരിച്ച് നിങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ ഓഡിയോ ലോഞ്ചുകളിൽ പങ്കെടുക്കട്ടെ എന്നും ഡോക്യുമെന്ററി നിങ്ങളും കാണുകയും മനസ്സ് മാറുകയും ചെയ്യട്ടെ എന്നും നയൻതാര കത്തിൽ പറയുന്നു.